ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 പുതുവർഷത്തിലാണെങ്കിൽ പൂരാടം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ധാർമ്മികമായിട്ടുള്ള ജീവിതത്തെ വളരെ ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഈ പൂരാടം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ഈ നക്ഷത്രക്കാർ എന്തൊക്കെ ആഗ്രഹിച്ചാലും അത് വേഗത്തിൽ കിട്ടണമെന്ന് ചിന്തിക്കുന്നവരാണ്. എന്നാലോ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ സ്വസ്ഥതയോടു കൂടിയിട്ട് ജീവിക്കുവാൻ ഇഷ്ടമുള്ളതായ ഇവർക്ക് ഒന്നിനു പുറകെ മറ്റൊന്നായിക്കൊണ്ട് വിഷയങ്ങൾ ഇവരെ തേടിയെത്താറുണ്ട്. പൊതുവേ സഹായം ചെയ്യുവാൻ വളരെ ഇഷ്ടമുള്ളവരാണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് സഹായികൾ വളരെ കുറഞ്ഞവരായതുകൊണ്ട് താൻ സഹായിച്ചവരിൽ നിന്ന് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകൾ വന്നാൽ, വിഷമതകൾ വന്നാൽ വേഗത്തിൽ ദേഷ്യം വരികയും പ്രതികരിക്കുകയും ചെയ്യും. എന്നാലോ ശത്രുത മനോഭാവവും വൈരാഗ്യബുദ്ധിയും കുറഞ്ഞവരായതുകൊണ്ട് കുറേ കഴിയുമ്പോൾ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പെരുമാറുന്നവരും കൂടിയാണ് ഈ പൂരാടം നക്ഷത്രക്കാർ. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ 2026 പുതുവർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജൂൺ മാസം 2-ാം തീയതി വരെ സർവീശ്വരകാരകനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും 3-ാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള രാഹുവിൻ്റെ സ്വാധീന ശക്തിയും മൂലം ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ജൂൺ മാസം 2-ാം തീയതി വരെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ്. മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ. ഇനി തൊഴിൽ മേഖലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമ്മസംബന്ധമായിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയ്ക്കും കൂടുതലും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലാണെങ്കിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തി നിലനിൽക്കുന്നതുകൊണ്ട് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ കൂടുതൽ ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് കഷ്ടനഷ്ടങ്ങൾ വരാതെ നോക്കണം ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. ഇനി വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. അതുകൊണ്ട് ഈ പൂരാടം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആരംഭത്തിൽ ഭഗവാന് വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്.